പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മീനുവിനെ ചതിക്കാനാണ് സുകുമാരൻ ശ്രമിച്ചത് എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കിയതിനെ തുടർന്ന് സുകുമാരനാകെ നാണം കെട്ടിരിക്കുകയാണ്. മാത്രവുമല്ല, ഇതേ തുടർന്ന് സുകുമാരൻ മാപ്പ് പറയാൻ തയ്യാറാവുകയും ചെയ്യുന്നു. ഒരിക്കലും സുകുമാരന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊരു പ്രവൃത്തി പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വ്യക്തമാക്കുകയാണ് മുത്തശ്ശി. സുകുമാരൻ ഇത്രയൊക്കെ വളർന്നതല്ലേ, എന്നിട്ടും ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ഒരു റെസ്പോൺസിബിലിറ്റി കാണിക്കേണ്ട ആളാണ് നീ. ആ നീ തന്നെ ഇങ്ങനെ ചെയ്താൽ എങ്ങനെ ശരിയാകും? വളരെ മോശം എന്ന് തന്നെ പറയാം. ഇതോടെ ആകെ നാണം കെട്ടു പോയിരിക്കുകയാണ് എല്ലാവരുടെയും മുൻപിൽ അയാൾ. മാത്രവുമല്ല, ഇതോടെ ഇനി ഇതിന് പുറകിൽ കളിച്ചത് സുമതിയാണോ? അല്ലല്ല, എനിക്കിതേപ്പറ്റി യാതൊന്നും അറിയില്ല, എന്നെ വിശ്വസിക്കാം എന്ന് സുമതി പറയുകയാണ്. ഇതോടെ ചിന്താമണി അമ്മയുടെ അടുത്ത് ചെന്ന് പറയുകയാണ്, ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട വല്ല ആവശ്യവുമുണ്ടോ? ഞാൻ ആദ്യമേ പറഞ്ഞതാ ഇത് പൊല്ലാപ്പാകുമെന്ന്. അപ്പോ നിങ്ങൾ കേട്ടില്ല. ഇതിപ്പോ എന്തായി? എല്ലാവരുടെയും മുമ്പിൽ വെച്ച് മാനം പോയി. ഇപ്പോ സമാധാനമായില്ലേ? ഇനി ഒന്നും പറയാനില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതേ തുടർന്ന് സുകുമാരൻ ആകെ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ നിൽക്കുകയാണ്. പക്ഷേ ഇതേ തുടർന്നാണ് സുകുമാരനല്ലാതെ മറ്റൊരാൾ വന്നിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ ഇപ്പോൾ മീനുവിന് സാധിക്കുന്നത്. അയാൾ എന്തിനാണ് വന്നത്, എന്തുകൊണ്ടാണ് വന്നത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഒടുവിൽ കണ്ടെത്തണമെന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് മീനു. കാര്യങ്ങൾ വിട്ടുകൊടുത്താൽ ശരിയാവുകയില്ല, നേരിടുക തന്നെ വേണം, എന്നാൽ മാത്രമേ കാര്യമുള്ളൂ. ഇത് ഉറപ്പിച്ചുകൊണ്ട് മീനു തൻ്റെ നീക്കങ്ങൾ കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോയതിനെ തുടർന്നാണ് ഗീതുവിൻ്റെ മുന്നിലേക്ക് ഇന്ദുജ വീണ്ടും കടന്നു വരുന്നത്. ഇതോടെ എന്താണ് ഇന്ദുജയ്ക്ക് ഇത്ര വലിയ ദേഷ്യം? ഇങ്ങനെ രോക്ഷം കാണിക്കാൻ എന്താണ് സൂരജ് ചെയ്തത് മുതലായ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നതിനായി മുന്നിലേക്ക് കയറി വരികയാണ് ഇപ്പോൾ മീനു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.